ഹായ് 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 ചെങ്ങന്മാരെ, ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ആഹാ, ഓ ചെങ്ങന്മാരെ ടൈമില്ല. അപ്പോൾ ഞങ്ങൾ ഇറങ്ങുവാണ്. വണ്ടിയൊക്കെ നേരത്തെ സ്റ്റാർട്ടിങ്ങിലിട്ട് റെഡിയായി ഇരിക്കുവാണ്. ഞങ്ങൾ വീഡിയോ ഒന്ന് കോപ്പി ചെയ്യേണ്ടതാണ്. അയ്യോ, ടോർലറ്റ് അപ്പോൾ അത്തരം പരിപാടികളെല്ലാം കഴിഞ്ഞ് ഓരോ ഗ്ലാസ് ചായയും കുടിച്ചു. ഇന്നലെ കിടന്നുറങ്ങിയത് അവിടെ അല്ല കേട്ടോ. ഇന്നലെ നമ്മൾ ഒഴിഞ്ഞ സ്ഥലത്തായിരുന്നു നിർത്തിയെന്ന്. പക്ഷേ അവിടെ അല്ല. അവിടെ നിന്ന് പിന്നെ ഞങ്ങൾക്ക് ഇങ്ങോട്ട് പോരേണ്ടി വരാനുള്ള കാരണം എന്താ വെച്ചാൽ അവിടെ 1-2 പേരൊക്കെ വന്നു. അപ്പോൾ ഒരു പറഞ്ഞു ഇവിടെ സേഫ് അല്ല, ഇത് ബംഗാളല്ലേ, പിന്നെ അവർ തൊട്ടപ്പുറത്തുള്ള പമ്പുണ്ട്, ആ പമ്പിലേക്ക് വന്ന് ചോദിച്ചാൽ അവിടെ കിട്ടിയില്ല, വേറെ പമ്പിൽ ചോദിച്ചാൽ അവിടെ കിട്ടി. ഇവിടെ കിടന്നുറങ്ങി. ഇനി ഇവിടെ നിന്ന് ഇറങ്ങുവാണ് ഡാർജിലിംഗ് അല്ലേ. എന്നാൽ പിന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് വീഡിയോ കാണുന്ന ആൾക്ക് തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം, സപ്പോർട്ട് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമ്പനി നോക്കിയത്. വീഡിയോ ഇഷ്ടമായില്ലെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ വിമർശനങ്ങൾ അറിയിക്കുക. എന്നാൽ പിന്നെ ഞങ്ങൾ ഇറങ്ങണം. നമ്മൾ യൂട്ടേൺ ആണ്, അതായത് നമ്മൾ കിടന്നുറങ്ങിയത് ഓപ്പോസിറ്റ് ആയിരുന്നു. ഇതിപ്പോൾ 2 കിലോമീറ്റർ പോകുന്ന യൂട്ടേൺ എടുത്തതാണ്. അത് നമ്മളിവിടെ അറ്റത്തേക്ക് പോയി. പക്ഷേങ്കിൽ അതിന്റെ അപ്പുറത്തൊരു ഗ്രാമമുണ്ട്. അവിടുത്തെ ആളുകൾ അത് പമ്പിലങ്ങനെ ചോദിച്ചു നോക്കി, ഇവിടെ തന്നില്ല. അവിടെ തന്നില്ല. അപ്പൊ ഇതിലിങ്ങനെ പോകുമ്പോ ഒരു നമ്മളോട് ഇങ്ങനെ ഓരോന്ന് ചോദിക്കാണ്. പിന്നെ ഞങ്ങളും തന്നെ ശല്യം ആവണ്ട എഴുതിയിട്ട് അങ്ങോട്ട് പോയി. നമ്മള് ലാസ്റ്റ് നമ്മള് ഇങ്ങോട്ട് പോയി കഴിഞ്ഞാല് സിലിഗുരി ടൗൺ ഏരിയ. നമ്മളിതിലെ നമുക്ക് ഡാർജിലിംഗിലേക്ക് ആകുമ്പോ നമ്മളിതിലെ തിരിഞ്ഞു. ഒരു 4 കിലോമീറ്റർ ആയിട്ട് വീണ്ടും തിരിയാണ്ട് ഡാർജിലിംഗ് റോട്ടിലേക്ക് കയറിയിട്ടുണ്ട്. വലിയൊരു വീതിയില്ലാത്ത റോഡാണ്. പിന്നെ നമ്മുടെ ടോയ് ട്രെയിനിന്റെ പാലൊക്കെ കണ്ടു തുടങ്ങി. നമ്മുടെ റൈറ്റ് സൈഡില് തൊട്ടടുത്ത് റോഡിന് ക്രോസ് ചെയ്ത് വരെ പോണില്ല ചെങ്ങായി. നമ്മുടെ സാധാ പാലങ്ങള് അപ്പോ ഡാർജിലിംഗ് എത്തിക്കഴിഞ്ഞാൽ, ഡാർജിലിംഗ് എന്ന് കേൾക്കുമ്പോ തന്നെ നമ്മൾക്ക് ആദ്യം മനസ്സിലേക്ക് ഓടി വരുന്നതാണ് ആ ഒരു ട്രെയിനും കാര്യങ്ങളൊക്കെ. പിടിച്ചു ഞങ്ങൾ പറഞ്ഞില്ലേ, വെസ്റ്റ് ബംഗാൾ കയറി കഴിഞ്ഞാൽ പോലീസുകാർ പിടിക്കും. ഞങ്ങളെ പിടിച്ച് സാർ ആപ്കാ നാം രഞ്ജൻ സർക്കാർ സാർ. മൈ നെയിം ഈസ് MD ഫാറൂഖ്. ഓ, അപ്പോൾ ഇവർ നമ്മളെ ഇവിടെ നിന്ന് പിടിച്ച് ഞങ്ങൾ ഡാർജിലിംഗിലേക്ക് പോകാമായിരുന്നു. നമ്മളുടെ പേപ്പർ കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്ത് വളരെ സൗഹൃദപരമായിട്ട് ഞങ്ങൾ ഇവരോട് ചോദിച്ചു വീഡിയോ എടുക്കട്ടെ അല്ലേ. അപ്പോൾ സാറ് പറഞ്ഞു വീഡിയോ എടുക്കാൻ കുഴപ്പമില്ല, ഓക്കെയാണ്, താങ്ക് യു, ഓക്കെ ബൈ. അപ്പോൾ ഇങ്ങനത്തെ പോലീസുകാരുണ്ട് വെസ്റ്റ് ബംഗാളില്, മനസ്സിലായില്ലേ. വേറെ ആരൊക്കെ കിട്ടിയേക്കണം. പക്ഷെ ന്യായമായ നോട്ടാട്ടോ നോക്കണേ. പേപ്പർ നോക്കി. പിന്നെന്താ, എന്താണ് കറങ്ങലാണോ ചോദിച്ചു. കറങ്ങലാണോ പറഞ്ഞു. അപ്പൊ എന്താ ജോലി എന്താ ചോദിച്ചു. ഞങ്ങൾക്ക് ചെറിയൊരു യൂട്യൂബ് ചാനലുണ്ട്, അപ്പോ അതിലേക്കുള്ള വീഡിയോകളും ഞങ്ങൾ ഇങ്ങനെ യാത്രയിൽ ചെയ്യാറുണ്ട് എന്ന് പറഞ്ഞു. അതിലും മുപ്പൊരു കുക്ക് ചോദിച്ചു ഒരു ചെറിയൊരു വീഡിയോ എടുക്കട്ടെ. അതിനെന്താ കുഴപ്പമില്ല എന്നുള്ള രീതിയിലാണ് നമ്മുടെ ഇന്ത്യയിലാണ് പറയണേ. അങ്ങോട്ട് സംസാരിച്ചിട്ട് പ്രശ്നമാകുമോ പ്രോബ്ലം ആകുമോ. ഞാൻ പറഞ്ഞു നിങ്ങള് രണ്ടാളും കേരളത്തിൽ ഫേമസ് ആവും. അപ്പൊ അവിടെ കേട്ടോ ഓരോന്ന് പൊളിച്ചിട്ട് കയറ്റുമ്പോൾ ചെയ്തപ്പോ സാറായി കേരളത്തിൽ നമ്മളെന്നെ ഫേമസ് ആയില്ല. എന്നിട്ടാ കിടക്കട്ടെ ഒരു കുതിരപ്പ എഴുതി ഞങ്ങള്. നല്ല രസമല്ലേ ഇതില് പോവാന്. അവിടെ നിങ്ങൾ ട്രെയിനിങ്ങിന് വരുന്ന കാര്യം നല്ല രസമല്ലേ. അതിന് ഇവിടെ അല്ലല്ലോ, ഇപ്പൊ കുമ്പരല്ലേ ഉള്ളു ട്രെയിൻ. ഉണ്ടെങ്കിൽ നമുക്ക് അതിക്ക് ഒരു പാട്ട് കൊടുക്കുന്നത് നല്ല വൈബ് ഉണ്ടല്ലേ. ഈ സൈഡിക്ക് ഈ പറഞ്ഞ ട്രെയിനിന്റെ പാളങ്ങളാണ്, അപ്പുറത്ത് മരങ്ങൾ ഇങ്ങോട്ട് റോട്ടിക്ക് ചാഞ്ഞ് നിൽക്കുന്ന കാഴ്ച ഒക്കെ ആയിട്ട് നല്ല ഒരു ഭംഗിയുള്ള ഒരു റോഡ്. സിഗ്നലൊക്കെ കെട്ടിയേക്കണം എന്തായാലും. മാന്യത ഉള്ളതാണാട്ടാ റോഡ് കൊണ്ട് പോണവനെ. ഡ്രൈവർ നല്ലവനാണ്. എന്താ റോഡ് കേട്ടോ, നല്ല റോഡാണ്. നല്ല റോഡ്, നല്ല കാടിന്റെ വീഡിയോക്ക് വേണ്ടി ട്രെയിനിനെ വെറുതെ വെച്ച് പിടിക്കാലോ. ട്രെയിൻ നമ്മുടെ മേലത്തേക്ക് കാണോടാ. അതാ ട്രെയിൻ പോണ കാട്ടുകൂടെയാണ്. കേറിപ്പോയില്ലേ. അതിന്റെ ഇപ്പുറത്ത് കൂടെ നമ്മൾ കുറച്ച് അതിന്റെ ഇപ്പുറത്ത് കൂടെ ഒരു സൈഡ്. ഡാർജിലിംഗിലേക്ക് നമ്മൾ മെയിനായിട്ട് പോണതിനപ്പോ അത് ട്രെയിനൊക്കെ കാണാൻ വേണ്ടിട്ട് തന്നെയാണ്. എങ്കിലും പോകുന്ന വഴിയിലുള്ള ഈ ഒരു ഏരിയയിൽ വരുന്ന ഒരു കാടിന്റെ ഒരു അവിടെ ക്രോസ് ചെയ്തു ട്രെയിൻ. കാടിന്റെ ഒരു വൈബേ, അത് വല്ലാത്തൊരു വൈബ് തന്നെയാണ്.
ക്ലിയർ ഒന്നുമല്ല, കാരണം എന്താ വെച്ചാല് കോട നല്ലോണം കേറിക്കും. അതുകൊണ്ട് വലിയ ക്ലിയർ ഒന്നുമില്ല. ഈ റോട്ടിൽ വലിയ തിരക്കില്ല. ഇതിലല്ലാതെ ഗൂഗിൾ മാപ്പ് വഴി കാണിക്കുന്നുണ്ട്. ഞാനിത് സൈൻ ബോർഡ് നോക്കിയിട്ട് അങ്ങനെ പോകുന്നതാണ്. പിന്നെ ഒന്നില്ലാതെ നമ്മൾ ആദ്യമായിട്ടാണ് ഡാർജിലിംഗ് പോകുന്നത്. കാരണം ആദ്യമായിട്ട് പോകുമ്പോ നമ്മള് റെയിൽവേ ട്രാക്ക് അവിടുത്തെ യഥാർത്ഥ പ്രധാന വഴിയിലൂടെ തന്നെ പോകട്ടെ കരുതിയില്ല. പിന്നെ പോകുമ്പോ കുറച്ച് സ്ലോ ആണ് നമ്മള്, കാരണം റെയിൽവേ ട്രാക്ക് ഇങ്ങനെ ക്രോസ് ചെയ്യണോണ്ട് അതുകൊണ്ട് അവിടെയൊക്കെ ചവിട്ടി ഇറക്കിയിട്ട് പോകാൻ വേണ്ടി പറ്റുള്ളൂ. റോഡ് മോശമാണ്. റോഡ് ചിലയിടങ്ങളില് പണി നടക്കുന്നുണ്ട്. അതുപോലെ തന്നെ വണ്ടികളുടെ എന്നാ വ്യൂ അതിമനോഹരം, നല്ല കാഴ്ചയാണ്. എന്റെ മക്കളെ മുന്നിക്ക് കോട കേറാണ്ടാ, അടിച്ചു കയറും, ടൈറ്റാവാണ്. കാറ്റുള്ള വ്യൂ എന്നൊക്കെ പറഞ്ഞാൽ അതിമനോഹരമായിട്ടുള്ള വ്യൂ ആണ്. കാറ്റ് കാണുകൂടില്ല, മര്യാദ ഒന്നും കാണില്ല. അപ്പൊ മുന്നിക്കൊക്കെ കണ്ടോ, താഴത്തുനിന്ന് കോട ഇങ്ങനെ കയറി വരുന്നത്. ഇവിടെ നമ്മതില് നൈറ്റ് ഓടാൻ വേണ്ടി കഴിയുണ്ടാവില്ല കേട്ടോ. നൈറ്റ് ഇവിടെ നല്ല തണുപ്പുണ്ടാവും മോനെ. ക്ലൈമറ്റ് ആകെ ചേഞ്ചായി. വല്ലാത്ത ജാതി റോട്ടിൽ കയറിയില്ലേ? ടൈറ്റ് ആയില്ലേ? ഇപ്പൊ വെയിലും ടൈറ്റ് ആയി. മോനെ എന്നാ വൈബിലേ. അങ്ങനെ അടിച്ചു കയറുള്ളൂ. നമ്മളിതൊക്കെ ഓരോ വീഡിയോയിലൊക്കെ കണ്ടിട്ടുള്ളല്ലോ. ഞാനിത് ഓരോ വീഡിയോയിലാണ് കണ്ടിട്ടുള്ളത്. അപ്പോ ഇപ്പൊ ഇവിടെ എത്തിയപ്പോ ഈ ഒരു നിമിഷം എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. എന്താ പറയാ, ഇന്നിപ്പോ ഞാനിവിടെ ഇതിലൂടെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുവാണ്, ഇതില് വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുവാണ്. ഈ കാഴ്ചയും എന്താ പറയാ, ഈ ഒരു കാലാവസ്ഥയും തൊട്ടറിഞ്ഞുകൊണ്ടിരിക്കുവാണ്. അതുപോലത്തെ ചെറിയൊരു ടൗൺ പോലെ അല്ല, ഇടുങ്ങി പൊട്ടിയ ഒരു വഴി പോലെ തോന്നും നമുക്ക്. പക്ഷേ ഇടുങ്ങി പൊട്ടിയൊന്നല്ല, ബിൽഡിങ്ങളൊക്കെ നിറഞ്ഞിട്ടേ. ഏകദേശമൊക്കെ ഡാർജിലിംഗ് അടുക്കാറായി. ഡാർജിലിംഗിലേക്ക് ഇനി വലിയ ദൂരമൊന്നുമില്ല. ഇവിടെയൊക്കെ താമസിക്കുന്ന ആളുകളുടെ കാര്യമൊക്കെ അവർക്കൊക്കെ ആ തണുപ്പും കൊണ്ട് മിക്ക ദിവസം ഇതേ കാലാവസ്ഥയല്ലേ. നമ്മളവിടുത്തെ കാലാവസ്ഥയല്ലല്ലോ. റോഡ് കാണാൻ പറ്റണില്ല, കാറ്റൊന്നും കാണാൻ പറ്റുന്നില്ല. റോഡ് പണി, അതിഗംഭീരമായ റോഡ് പണി നടക്കുന്നുണ്ട്. ഈ കോടമഞ്ഞ് കാണല്ലോ അവരുടെ പണി അല്ലേ. നമ്മളവിടെ ആണെങ്കിൽ ഇപ്പൊ കൂലിപ്പണിക്കാർ വിയർത്തിട്ടുണ്ടാവും. ശരിയാണ്, ഇവർക്ക് വിയർപ്പിന്റെ അസുഖം ഇല്ലട്ടാ. ഇവർക്ക് ആ പേരും പറഞ്ഞ് ഒഴിവാക്കാൻ പറ്റൂല. അല്ലേ, വിയർക്കൂലല്ലോ. കേറണുണ്ട് റോട്ടിൽ, കേറും. കാറ്റത്തിങ്ങനെ കാറ്റ് കൊണ്ടുപോകല്ല, കാറ്റ് കൊണ്ടുവന്ന് നിർത്തുകയാണ് ഇതൊക്കെ. അതായത് റോട്ടിൽ ഇടാണ്. താഴത്തേക്കൊക്കെ ആകാശം ഏതാ ഒന്നും കാണാൻ വേണ്ടി പറ്റണില്ല കേട്ടോ. സംഭവം നല്ല മനോഹരമായ വ്യൂ പോയിന്റ് ഒക്കെ കഴിക്കാറ്. പക്ഷെങ്കിൽ ആ വ്യൂ നമ്മൾക്ക് കോടന്റെ മറവിലാണ്. പക്ഷെ ഈ കാഴ്ചക്ക് ഭയങ്കര പോരണ വഴിക്ക് 1-2 വ്യൂ പോയിന്റുകളൊക്കെ ഉണ്ട്. പക്ഷെങ്കിൽ ഞങ്ങൾ അവിടെ ഒന്നും ഇറങ്ങിയില്ല. കാരണം വ്യൂ പോയിന്റിൽ ഇറങ്ങിയിട്ട് കാര്യമില്ല. നമ്മളെ കൊണ്ട് താഴത്തേക്ക് നോക്കിയാൽ എന്താ കാണാൻ വേണ്ടി പറ്റുക, ഈ ഒരു വെള്ളം ഈ കോടനെ കാണുള്ളൂ. വേറെ ഒന്നും നമ്മളെ കൊണ്ട് കാണാൻ വേണ്ടി പറ്റില്ല. ബുദ്ധിസ്റ്റ് ഫ്ലാഗുകളൊക്കെ തുടങ്ങിയിട്ട് കുറെ നേരം ആയിട്ടാ. പോയി ഇപ്പൊ അവിടെ ഒരാളുണ്ട്, അയാളെ കാണുന്ന കൂടി ഇല്ല. ഇവിടെ കാലുമ്പൊക്കെ തണുപ്പ് വരുന്നുണ്ട്. ചൂടുണ്ടായിരുന്നു കുറച്ച് കഴിഞ്ഞാൽ. അത് കാണേണ്ടി വരും. ഇത്ര നേരം പോന്നിട്ട് ട്രെയിനിൽ കാണുന്ന ഇവിടെ പോണ കാഴ്ച അതിപ്പോ ഒന്ന് കാണാൻ പറ്റി. കൽക്കരി അങ്ങോട്ടാണല്ലേ, അങ്ങോട്ടാണ് പോലെ ഡാർജിലിംഗിലേക്കാണ്. വണ്ടി തിരക്കൊണ്ട് ഞാൻ എത്താൻ വേണ്ടി പയ്യെ
ടൈറ്റാട്ടാ, ടൈറ്റ് ടൗണാണ്. ഓ, ആളുകൾക്ക് നടക്കാനും വേണം വഴി, ട്രെയിനിന് പോകാനും വേണം വഴി, വണ്ടികൾക്ക് പോകാനും വേണം വഴി. ഓ, ഭയങ്കര ടൈറ്റില്ലേ. ടൈറ്റ് തീരെ കണ്ടിട്ടാ കൊള്ളാട്ടോ. രസായി. നമുക്ക് കുറച്ച് പച്ചക്കറിയൊക്കെ കിട്ടണം. ഇവിടെ എവിടെ നമുക്ക് വണ്ടി നിർത്താൻ വേണ്ടി കഴിയില്ലല്ലോ. ഒഴിഞ്ഞ വിടുന്നതിനെ കുറച്ച് പച്ചക്കറി കറി വെക്കാനുള്ളത് അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ കിട്ടണം. ഞങ്ങൾ പോണ വഴിക്ക് നിർത്തിയതാണ്. നല്ല കപ്പ കണ്ടു. കപ്പ നമുക്ക് ആവശ്യമുണ്ട്. 1 kg കിട്ടണേ. 3 kg തരാം. 3 kg ഒരു 3 കിലോ. ഇത് എന്തിനാ വെച്ചാൽ നമ്മൾക്ക് ബീഹാറിലേക്കൊന്ന് പോകണം. അവിടെ നമുക്കൊരു ക്ഷണമുണ്ട്. അപ്പോൾ അവർ പ്രത്യേകം പറഞ്ഞിട്ടുള്ളൊരു സാധനമാണിത്. ഇതിപ്പോൾ 2 ദിവസം 3 ദിവസം നമ്മുടെ കയ്യിൽ നിന്ന് കഴിഞ്ഞാൽ കേട് വരുമോ എന്ന് എനിക്കറിയില്ല. ഇന്ന് വേറെ എവിടെയും കിട്ടൂല. ഇനി മേലേക്ക് അമ്മത്തെ കടന്നു പോയി. പിന്നെ വേറെ എന്തെങ്കിലും വേറെ നമുക്ക് പച്ചക്കറി എന്തല്ലേ ചെറുപയറുണ്ടോ? വാങ്ങിയാലോ കുറച്ച്. നമുക്ക് എന്താ വെച്ചാൽ ഒന്നും ഇല്ലെങ്കിലേ നമ്മൾ അന്നത്തെ ചെറുപയർ കഞ്ഞി വെക്കാം. ഓക്കെ, ആ ടൈമിൽ യൂസ് ചെയ്യാം. പിന്നെ ഇതെന്താ, ഇതൊരു സൈസ് കപ്പന്നെയാന്ന് തോന്നുന്നു. കാവത്ത് പോലെയൊക്കെ അല്ലേ. പിന്നെ ഇത് കടുകും തുമ്പ്. മുളക് മുളക് അത് അങ്ങനത്തെ ഉണ്ട മുളക്. ഒരു ഉണ്ട. ഇതൊക്കെ മീനല്ലേ? ഇത് പോകല്യാണല്ലേ. മറ്റേന്താ അല്ലേ? ഇതെന്താ? ഇതൊക്കെ ചീഞ്ഞ കടല. കടല. 1 packet കിട്ടുന്നു. 1 packet 130 rupees. 1 kg. 30. 1 kg. Half kg. 1 kg. 150. 250. Okay. വേറെന്താ? ഹൽദി പൗഡർ ആണ്. അപ്പോൾ അതെ, മഞ്ഞൾപ്പൊടി കഴിഞ്ഞു. മഞ്ഞൾപ്പൊടി വേണം. പിന്നെ അങ്ങോട്ടൊക്കെ മിക്സഡ് കാണാം. സബ്ജിക്ക് പറ്റിയ നമുക്കിതൊന്ന് എന്താ അവസ്ഥ നോക്കാം. Organic is of local. ലോക്കലേ? ഓ, അച്ഛേ. Smell. സ്മെല്ല് നല്ല സ്മെല്ലുണ്ടല്ലോ അല്ലേ? തുറന്നപ്പോൾ തന്നെ സ്മെല്ല് അടിച്ച് കയറി. കുഴപ്പമില്ല. മഞ്ഞൾപ്പൊടിയൊക്കെ കുറച്ച് വാങ്ങാം. കിട്ടാൻ വെച്ചേ 100. 100. കിतना ഗ്രാം? 500 gram. പിന്നെ എന്തെങ്കിലും വേണം? അച്ചാറുകൾക്ക് അച്ചാറ് നോക്കി പറഞ്ഞേ. അച്ചാർ ഏതുണ്ട്? ഇതൊന്നും നമുക്ക് പറ്റിയ ടൈപ്പായിട്ടൊന്നുമല്ല. ഇതെന്താ, പാവയ്ക്കാണോ? ഇത് ചെമ്മീനാ? ചിലപ്പോൾ പറയാൻ പറ്റില്ല. നമുക്ക് ആ ഒരു ടേസ്റ്റ് കിട്ടിക്കൊള്ളുന്നില്ല. ഇല്ല. ഓ, ബസ് കിട്ടണേ. പിന്നെ അവിലുണ്ടോ? അവില് കാണിക്കോ? അവില് വേണോ? അവില് മേടിച്ചോ? കിട്ടണേ. 80. Brown rice है. അവില് ആയിക്കോട്ടെ. അത് അപ്പോൾ ബ്രെഡാണോ? Bread. ബെന്ന. അത് വേണ്ട. ബ്രെഡ് നമുക്ക് വേണ്ടി. നമ്മളെന്താ വെച്ചാൽ കുറച്ച് സാധനങ്ങൾ കണ്ടൊക്കെ എഴുതി വെക്കുന്നേ ഉള്ളൂ. പിന്നെ കപ്പ നമുക്ക് അങ്ങോട്ടേക്കുള്ളതാണ്. നമ്മൾ തൊടൂല. അല്ല, റിട്ടേൺ കിട്ടും. ഇത് കൂടി തന്നെ വരും. അല്ല, 2 കിലോ ആണെങ്കിൽ വരാം. അങ്ങനെ ഞങ്ങള് ഡാർജിലിംഗ് അടുക്കാറായി. ഇനിയിപ്പോ വലിയ ദൂരമൊന്നുമില്ല. ഇപ്പൊ ക്ലൈമറ്റ് മൊത്തത്തിൽ ഒന്നും ചേഞ്ച് ആയിട്ടോ. മേലേക്ക് പോന്നപ്പോഴേ കോടയൊക്കെ മാറിയിട്ട് വെയിലിന് നല്ല വെയില്, സൂര്യപ്രകാശം തട്ടി ആളുകളൊക്കെ ഉന്മേഷവാന്മാരായി. മറ്റെല്ലാരും തണുത്തോണ്ട് ഇപ്പൊ എല്ലാവർക്കും ഓക്കെ. ഞങ്ങൾ അതിനൊക്കെ വലിയ തണുത്തോണ്ട് കാലൊക്കെ കുറയുന്നു. അപ്പൊ ആ കാല് കുറഞ്ഞ പ്രശ്നമൊക്കെ മാറി. ഇപ്പൊ ചൂട് തട്ടിട്ടേ വെയിലത്ത് ഇറങ്ങിക്കാനാ പൂതിയാണ്. പക്ഷെ ഇവിടെ വണ്ടി എടുക്കാൻ ഒരു ഗ്യാപ്പില്ല. പിന്നെ ഏതായാലും ഞാൻ ഡാർജിലിംഗിൽ നമ്മൾ നിർത്തും, ഇറങ്ങും. ഡാർജിലിംഗ് റെയിൽവേ സ്റ്റേഷൻ നമുക്കൊന്ന് കാണണം. ആൾക്കാരൊക്കെ കേറുന്നു. 2 കോടിയുള്ളൂ. അത്രേ ഉള്ളൂ. ഞാൻ കണ്ടിട്ടില്ലേ, കൽക്കരിയാണ്. കൽക്കരി ഞാനും കണ്ടിട്ടൊന്നല്ലപ്പത്. പിന്നെ ഇൻസ്റ്റാഗ്രാമിലും കണ്ടോ? ഞാനിങ്ങനെ വീഡിയോ കണ്ടിട്ട് 2 ഉണ്ടല്ലേ?
നമ്മള് യാത്ര നമ്മൾ ആരംഭിക്കുന്നത് നമ്മളിത് ഓരോ ആളുകൾ യാത്ര ചെയ്ത വീഡിയോകള് അവരുടെ ഡോക്യുമെന്ററി അത്ര സംഭവങ്ങളൊക്കെ കണ്ടിട്ടാണല്ലോ നമ്മൾ തന്നെ യാത്ര ആരംഭിക്കുന്നത്. അപ്പൊ അതിലൊക്കെ നമ്മളും തന്നെ ഇതൊക്കെ കണ്ടിട്ടുണ്ട്. അന്നൊക്കെ നമുക്ക് നേരിട്ട് വന്ന് കാണാൻ നല്ല ആഗ്രഹമുണ്ട്. ഇനിയിപ്പോ ഡാർജിലിംഗ് സ്റ്റേഷനിൽ നമുക്കൊന്ന് ഇറങ്ങാം. അവിടെ ഒന്നും ഗ്യാപ്പില്ല, അവിടെ പോലീസുകാർ വിസിലടിക്കണം. കുറെ നേരെ ഇവിടെ ഇങ്ങനെ ബ്ലോക്ക് ആയി കിടക്കണം. എന്താ സംഭവം അറിയില്ല. അപ്പൊ ആള് വരുന്നുണ്ട്. പോകണേ യാത്രക്കാരൻ കൊണ്ടത് പോകണം. നമ്മള് മുന്നിൽ കണ്ട ട്രെയിനാണല്ലേ. ഡാർജിലിംഗ് സ്റ്റേഷനിൽ ആളുണ്ടാവട്ടെ, ആളവിടെ നിന്ന് പിടിക്കാം. റോഡിന്റെ നടുവിലാണ് പോയത്. ഒരു വേലിത്തടവ് പോലും ഇല്ല. ആ ഒരു ചിഹ്നം വിളി മാത്രം, ചിഹ്നം വിളിച്ചുകൊണ്ട് ഞങ്ങളുടെ മുന്നിലാ പോകും. ഞങ്ങൾക്ക് ഒത്തിച്ചാരിയാ പോണ്. രണ്ട് കുട്ടിയുടെ ചേച്ചി കൊണ്ടു. ഡാർജിലിംഗ് സ്റ്റേഷനാണത്. ഡാർജിലിംഗ് സ്റ്റേഷൻ ഒരുപാട് അത് വേറെ കുറെ പഴയ പഴയ എഞ്ചിൻ കൽക്കരിന്റെ മുന്നിൽ ഇതിൽ ഫുള്ളായിട്ട് സുമോആണ്. സുമോ സ്റ്റാൻഡാണ്. വണ്ടി നിർത്താനൊരു ഗ്യാപ്പില്ല. നമ്മളതിനെ നിർത്തിയത് അങ്ങ് ദൂരെ എവിടെയോ ബാക്കിലാണ്. ഇവിടെ അവിടെ നിന്നൊക്കെ നമുക്ക് കറി വെക്കാനുള്ള സാധനങ്ങൾ കിട്ടണം. തക്കാളി, ഉള്ളി ഒക്കെ കിട്ടണം. ഇതാണ് തോന്നുന്നത് മാർക്കറ്റ് അല്ലേ? അവൻ്റെ മക്കളെ മാർക്കറ്റിൻ്റെ ഉള്ളിൽ പോവില്ല കേട്ടോ. ആദ്യം തിരക്കാണ് മോനെ, പെരുന്തിരക്ക്. ഇവിടുന്ന് ഒരു ഇഞ്ചി വാങ്ങിട്ടോ. പിന്നെ വലിയൊരു മത്തനാണ് കിടക്കുന്നത് ഉപ്പേരിക്കുള്ള. എന്തൊരു തിരക്കുള്ളത് മാർക്കറ്റ് ഇത്. ഏയ് വല്ലാത്തയാതി. സാധനം കിട്ടിയോ പോലെ കറക്റ്റ് അല്ലേ? ഇവിടെ കണ്ട വേറൊരു സാധനമാണത്. ഈ കാണുന്നത് എന്താ പറയുക, നമ്മുടെ റംബുട്ടാൻ്റെ ഒക്കെ മാതിരി അല്ലേ? എന്താണെന്ന് മനസ്സിലാവുന്നില്ല സാധനം കണ്ടിട്ട്. സെലക്ട് ചെയ്താണ് ആളുകൾ കൊണ്ടുപോകണത്. സോറി. പിന്നെ സ്ട്രീറ്റ് ഫുഡ് ആക്കണം. മഞ്ഞളത് അവിടെ. ഓൻ്റെ മോനെ, അതിലേം തിരക്ക് ഇതിലേം തിരക്ക്. നമ്മുടെ ചുറ്റും ഒരു ഏരിയകൾ വന്നു. ഇവിടെ ഫുള്ള് സ്ട്രീറ്റ് ഫുഡാണ്. മോമോ കാര്യങ്ങളൊക്കെ ഇവിടെ നല്ല രീതിയിൽ സപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. മക്കളെ ചെറിയ ടൈറ്റ് ആയിട്ടുള്ള ഇതേ കണ്ടില്ലടാ. അതെന്താ ജിലേബി പോലെ എന്താ സാധനമല്ലേ? എല്ലാവരും ഭയങ്കര തിരക്കിലാണ്, ബിസിയാണ്. ഓ എൻ്റെ മോനെ, ഇതെന്താ ചോളാണ്ടിയോ? ചോളാണ്ടിയോ ഉണ്ട്. അവൻ്റെ ചെങ്ങന്മാരെ എന്നാ തിരക്ക, നല്ല തിരക്കുണ്ട്. അടിപൊളി. അച്ചപ്പൊക്കെ നോക്കുമോ? സ്ട്രീറ്റ് ഫുഡ് നമ്മളെന്തേലൊക്കെ ടേസ്റ്റ് ചെയ്യണ്ടേ? ഇതെന്താ സംഭവം? അത് വേണോ? അത് വേണ്ടല്ലേ? അത് അപ്പോൾ തിന്നൂല. എന്നാണ് മനസ്സിലായത്. മൊമോയിൽ പല ഫ്ലേവറുണ്ട്. ഇത് ഏതാണ്ട് ഒരു വിട്ട ഫ്ലേവർ ഞാൻ കിട്ടിയത്. ഇയാളുണ്ടാക്കി കൊള്ളാം. ഏതായാലും ഇത് കഴിക്കട്ടെ. ഇവിടെ നിന്നാണ് ഏതായാലും വാങ്ങിയില്ലേ അല്ലേ? വിട്ടു. നമ്മൾ പൊരിച്ചു കൊടുക്കണേ പോർക്കാണോ? പോർക്കാണല്ലേ? ഇവിടെ ചിക്കൻ. ഇവിടെ വെട്ടി കൊടുക്കണുണ്ടോ? ഏത് കോല വേണ്ടെച്ച അങ്ങനെ ആക്കട്. ഇറച്ചി അറഞ്ചാൻ പറഞ്ഞ ഇറച്ചി. ഇതെന്താ? പോത്തന്നെയാണ്. മുളക് ബജ്ജിക്ക് മുളക് ബജ്ജി. നമ്മുടെ അടുത്ത് വന്നു. എൻ്റെ മക്കളെ എമ്മ തിരക്ക് ചെയ്താ. ഇവിടെ വേറെ സാധനങ്ങളേ ചേച്ചി ഇങ്ങനെ ഒറിയിട്ട് കുത്തണ മാതിരി സംഭവം ഉണ്ടായിരുന്നു. ചായ വാങ്ങി. ഇതെന്താ സംഭവം? എന്നോട് പറയുകയാണെങ്കിൽ ഇത് കുറിച്ച് പെട്ടില്ലേ വീണ്ടും പെടലേ
അടിപൊളി സൂപ്പറായിട്ടുണ്ട് അല്ലേ. സാധനത്തിന്റെ പേര് മറക്കണ്ട ആരും. പെടും പെടും എന്ന് പറഞ്ഞാൽ പെടും. सुबह सुबह को खाली पेट में पी खाइएगा, ठीक है? इसको तो ये है ना, ये तोड़ दीजिएगा और ऐसा करके पानी के साथ में सुबह सुबह, ठीक है? काट देंगे 50 रुपये 8 दिन में। हाँ, सुबह खाली पेट में, ठीक है? यो 22 को नाइट फॉल രാവിലെ കഴിക്കാനാണല്ലോ പറഞ്ഞത്. अच्छा ആ സാധനം പൾസിനൊക്കെ പറ്റിയ സാധനമാണ്. പൾസിലൊരു ആരുണ്ടെങ്കിൽ കൊണ്ടുപോയില്ലേ, നമ്മളറിവിൽ ആരും ഇല്ല. അങ്ങനെയെങ്കിൽ ഇതാണ് ഡാർജിലിംഗ് റെയിൽവേ സ്റ്റേഷൻ അല്ലേ. ഇവിടുന്ന് അങ്ങോട്ടേക്കുള്ള വ്യൂ ഉണ്ട്. നിങ്ങൾ മക്കളെ നമ്മളെ വണ്ടി ഏതാണ്ട് അവിടെ ഇങ്ങനെ ആയിട്ട് വിടുകയാണ് അല്ലേ. കുറച്ചുകൂടി അങ്ങോട്ടാ. അതിൻ്റെ അമ്മ എത്രയും ദൂരം, ഏകദേശം ഒരു 1.5 കിലോമീറ്ററാണ് നടന്നു പോകാൻ നോക്കുന്നത്. അല്ലാതെ വേറെ മാർഗ്ഗമില്ല. ഇപ്പോൾ ട്രെയിനില്ല, ട്രെയിനൊക്കെ ഓടാൻ പോയി. അത് ട്രെയിനാണല്ലേ. നമ്മൾ പോലെ ഞങ്ങൾ കറി വെക്കാനൊന്നും കിട്ടിയില്ല. മുട്ട തന്നെ വാങ്ങേണ്ടി വരും. ഇവിടെ നിന്ന് അവധിയാണ് പോലും, മീറ്റൊന്നും കിട്ടൂല. ഇവിടെ വേറൊരു മാർക്കറ്റ് കയറിട്ടോ. ഇവിടെ മക്കളെ ഇതൊരു 1.5 മാർക്കറ്റാ. ഇതിനുള്ളിൽ കിട്ടാത്തൊന്നുമില്ല. തന്തന് നാളെ മാത്രമേ കിട്ടാത്തുള്ളൂ. ചിലപ്പോൾ അതും കിട്ടും ഇവിടെ അല്ലേ. വല്ലാത്ത ഇതിനുള്ളിൽ കയറി അങ്ങനെ പുറത്തേക്ക് ഇറങ്ങാൻ അറിയില്ല. ഏത് വഴിക്ക് ഇതിന് പുറത്തേക്ക് പോകുകടാ. ലോക്കായി. നമ്മളുടെ ഡാർജിലിംഗ് സന്ദർശനം കഴിഞ്ഞു. ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് എന്താ പറയാ, വേറൊരു ഏരിയയിലേക്ക് നമുക്കിത് നിൽക്കണമല്ലോ എവിടെയൊക്കെ. അപ്പോൾ അതിനും കണ്ട് നമ്മൾ പോവാണ്. നമ്മൾ സിക്കിമിൻ്റെ സൈഡിലേക്കായിട്ടാണ് പോകുന്നത്. ഇവിടെ എവിടെയൊക്കെ നിൽക്കാൻ പറ്റുന്ന രീതിയിലാണ് പോകണം കേട്ടോ. പ്ലാനൊക്കെ പിന്നെയാണ്. അതിലൂടെ നമ്മൾ പുറത്തേക്ക് ഇറങ്ങട്ടെ. എൻ്റെ മക്കളെ പേരും റോഡാട്ടത്. ദൂര റോഡ് പേരും കുത്തനെ അല്ലേ. നല്ല ശ്രദ്ധിച്ചതിൽ പോകാൻ വേണ്ടി പറ്റുള്ളൂ. എന്താ പറയാ, ഒരു ചില്ലറ ഡ്രൈവർമാർക്കൊന്നും ഇതിലെ പോകാൻ വേണ്ടി പറ്റില്ല, ഇവിടുത്തെ ആൾക്കാർക്ക് തന്നെ. അപ്പം നമ്മളത്ര ഒരു ഡ്രൈവറാണെന്നല്ല പറയണേ, അതായത് ഒരു എക്സ്പീരിയൻസ് വേണമെന്ന് പറയാം. ആദ്യം ഇറക്കവും ടേണിങ്ങുമാണ്. നല്ല ടേണിങ്, നല്ല ടേണിങ്, നല്ല ടേണിങ്, നല്ല ഇറക്കമാണ്. കണ്ടും കുത്തന്നെയാണ് കണ്ടുകൾ. മോനെ ഒക്കെ ഉണ്ട്. റോഡിൽ നിന്ന് പുറത്തേക്ക് പോക്കാൻ തോന്നുന്നില്ല. ശരിയാണ്. അതൊക്കെ ഇവിടെ ഒക്കെ കിട്ടണേ. കയറി പോരുന്ന പോലെ സമ്മതിച്ചോണ്ടാ. പിന്നെ അടിപൊളി അടിപൊളി. ഫുള്ളൊടിയണേ, ഫുള്ളൊടിഞ്ഞാലേ കിട്ടുള്ളൂ. എങ്ങനെമാരെ സിക്കിമിലേക്ക് പോകുന്ന ആൾക്കാർ കണ്ടങ്ങള് ഇങ്ങനെ പോകണം കേട്ടോ. എന്നല്ലേ പെണ്ണുങ്ങളൊക്കെ മേലെ കയറി ഇരുന്നിക്കണ്. ആണുങ്ങളൊക്കെ വണ്ടിനുള്ളിലും പെണ്ണുങ്ങളൊക്കെ മേലെ. ഇവിടെ ആ കാര്യത്തില് ആണ് പെണ്ണൊന്നുമില്ല. കിട്ടണ ഗ്യാപ്പിൽ കയറി ഇരിക്കുക, പെരേക്ക് പോവുക. ഇവര് നനയും കേട്ടോ. ജാഗോ നിങ്ങളറിഞ്ഞോ, ഞങ്ങള് വീണ്ടും പെട്ടു. അല്ലാതെ വെള്ളം പോയി പോയിട്ടാണോ പോയത്, അല്ലെങ്കിൽ നനയൂ. അല്ലെങ്കിൽ നനയും. നീ അറിഞ്ഞ ഞാൻ പിന്നെയും പെട്ടു. ഇതൊക്കെ നനക്കാണ്. ആയിക്കോട്ടെ. അങ്ങനെ ഞങ്ങൾ താഴത്തേക്ക് എത്തിക്കണം. താഴത്തെത്തി ഇവിടെ ഒരു പാലം ഉണ്ട്. നമുക്ക് കയറാം. അടിപൊളി പാലല്ലേ. എന്താ അവസ്ഥ? വെള്ളം കമ്മിയാണ് അല്ലേ? വെള്ളം കമ്മി. വെള്ളം കമ്മിൻ്റെ അവസ്ഥയുള്ളൂ. നോക്കണ്ട, പാലം നോക്കാച്ച്. കാച്ചി പാലല്ലേ, കാച്ചി പാലാണ്. വെള്ളം ചെങ്ങന്മാര് നിൽക്കാനുള്ള സ്ഥലം തപ്പി പോവാണ്.
നമ്മളങ്ങനെ നദിയിലേക്ക് ഇറങ്ങാനുള്ള പരിപാടിയാണ്. നദിയിലേക്ക് ഇറങ്ങുന്നൊരു വഴി കണ്ടു. അപ്പോൾ ഇവിടെ എവിടെയെങ്കിലൊക്കെ ഇങ്ങനെ സൈഡാകാൻ പറ്റുവാണെങ്കിൽ സൈഡാകാം. ഇത് മൺവഴിയാട്ടോ. നമുക്കാണെങ്കിൽ മൺവഴിയായിട്ട് കാണുന്ന പേടിയാണ് അല്ലേ? പാലത്തിൻ്റെ ചോട്ടിൽ കൂടെ നമ്മൾ പോകണം. മോനെ അതിങ്ങനെ വലിയ വണ്ടികളാണ് തോന്നുന്നു പോക്ക്. ഇവിടെ വന്നപ്പോൾ ഇതൊരു പിക്നിക് സ്പോട്ടാണെന്ന് മനസ്സിലായി. കാരണം ഇവിടെ കല്ലടുപ്പ്, അവിടെ അടുപ്പ്, ഇതാ ഇവിടെ അടുപ്പ്, അവിടെ അടുപ്പ്, ഇവിടെ അടുപ്പ്, ഇവിടെ അടുപ്പ്, ഇവിടെ അടുപ്പ്, എല്ലായിടത്തും അടുപ്പ്. അല്ലേ? അടുപ്പുകൊണ്ട് ഉന്തും ചവിട്ടും. പാത്രം കഴുകാണ്ടെങ്കിലൊക്കെ നമുക്ക് അരുവിയിൽ പോയിട്ട് കഴുകാം. ഒക്കെ ഈ പുഴയിൽ നിന്ന് കഴുകാം. പോയ അതിലെങ്ങനെ ഒഴുകുന്നു. അതിലാണ് നമ്മൾ പോവേണ്ട പാലം. അതിൽ പോയപ്പോൾ ആ ഒരു ഭാഗത്തേക്ക് അങ്ങോട്ട് സിക്കിമാണ്. സിക്കിമിലേക്ക്, സിക്കിമത്തെ മലനിരയാണ് അങ്ങ് അകലായിട്ടൊക്കെ കാണുന്നത്. മനസ്സിലായ? ആഹാ കിടുക്കാച്ചി സ്ഥലം. എന്നാ പൊള്ളി വൈബ് ഏരിയട്ടാ. എന്താ മോനെ നദിൻ്റെ അടുത്ത് മാത്രല്ലടാ, മൊത്തത്തിലുള്ളൊരു ആംബിയൻസ്. ക്യാമ്പ് ചെയ്യണമെങ്കിൽ ഇങ്ങനത്തെ സ്ഥലത്ത് ക്യാമ്പ് ചെയ്യണം. ടെൻ്റ് അടിക്കണമെന്നൊന്നുമില്ല, നമ്മൾ വണ്ടിയിൽ ക്യാമ്പ് ചെയ്താലും മതിടാ. ടെൻറ്റിൽ ഉറക്ക് കയറുന്ന ടെൻറ്റിലായാലും ഇതിലായാലും കുറേ പോലെ തന്നെയാണ്. പിന്നെ ടെൻറ്റിലാകുമ്പോൾ ഇപ്പോൾ ഒന്നുകൂടി തണുക്കും. അപ്പോൾ ഈ ഒരു തണുപ്പത്ത് ഏറ്റവും നല്ലത് എൻ്റെ അഭിപ്രായത്തിൽ വണ്ടി തന്നെയാണ്. ടെൻറ്റ് വേണ്ട, ടെൻറ്റ് ഉണ്ട് നമ്മുടെ അടുത്ത് എങ്കിൽ അതാ മോനെ എന്നാ ഒരു ആംബിയൻസ്. എന്തായാലും ഞങ്ങളിവിടെ കുക്കിങ്ങിൻ്റെ പരിപാടി നോക്കട്ടെ. നമ്മൾക്ക് സത്യം പറയാം ഞങ്ങൾ കുറച്ച് ബീഫ് കിട്ടുമോ നോക്കാൻ വേണ്ടിയിട്ട് അതിലൊക്കെ ഇറങ്ങി നടന്നത്. പക്ഷേ എങ്കിൽ നമുക്ക് ബീഫ് കിട്ടിയില്ല. ഇവിടെ ബീഫിന് കുറച്ച് വില കുറവാണ്. പക്ഷേ എങ്കിൽ ബീഫ് ഇന്നിവിടെ എന്തോ ചുറ്റിയാണ്, എന്തോ ഒരു അവധിയാണെന്ന്. അപ്പോൾ അതുകൊണ്ട് കിട്ടിയില്ല. എൻ്റെ വിശേഷപ്പെട്ട ദിവസമാണ്. അപ്പോൾ പിന്നെ ഞങ്ങൾ കുറച്ച് മുട്ട വാങ്ങി. അപ്പോൾ മുട്ടയാണെന്ന് മുട്ട കഴിക്കാൻ. അപ്പോൾ എന്നാൽ മുട്ടയും കാര്യങ്ങളൊക്കെ കുക്ക് ചെയ്യാം. ഒക്കെ സെറ്റ്. ഇപ്പോൾ ഞങ്ങൾ ആ പാലത്തിന് ചുവട്ടിലാണ്. അപ്പോൾ നോക്കുമ്പോൾ ഇവിടെ അമ്പിളിമാമൻ നല്ല നിലാവുണ്ടെന്ന്. അപ്പോൾ ചോറക്കില്ല വെള്ളം അടുപ്പത്ത് വെച്ചു, ചായ കുടിച്ചു. ചായ കുടിച്ചില്ല, ഞാൻ കുടിച്ചൊരു ഗ്ലാസ്. ആംബ്ലേറ്റിക്കിലെ ഉള്ളിലെ ഇന്ന് നമുക്ക് മറ്റൊന്നും കിട്ടിയില്ലല്ലോ. ഒന്നും കിട്ടിയില്ല. മുട്ട അല്ലാതെ രക്ഷയില്ല. ലൈറ്റ് കുറവുണ്ടാവും. ലൈറ്റ് ഇട്ടില്ല. പക്ഷേ ഞങ്ങൾക്ക് കുക്ക് ചെയ്യാനുള്ള ലൈറ്റ് ഉണ്ട്. അങ്ങ് കണ്ടാൽ തന്നെ അറിയാം നല്ല നിലാവ്. ചന്ദ്രൻ്റെ വെട്ടാത്തിലേ ഞങ്ങൾ നിൽക്കുന്നത്. നിലാവ് നല്ലത് അല്ല, നിലാവിലുള്ള സമയമൊന്നും ആയിട്ടില്ല. അതായത് ഇപ്പോൾ ഒരാൾക്ക് 2, ഉച്ചക്കൊരാൾക്ക് 2, 2, 2, 4, 4, 8. അതെ, 8 വേണ്ടല്ലേ? വേണ്ട. 8 മുട്ട വേണം, 4 വട്ടം ഉണ്ടാക്കണം. ശരിയാണ്. ഡബിളല്ല, നമ്മൾ ഈ ക്ലാസ്സിൽ കൊള്ളണ മാതിരില്ല നമുക്ക് ഉണ്ടാക്കാൻ പറ്റുള്ളൂ. ചെറിയ ക്ലാസ് വേണം. ലാസ്റ്റിക്ക് അല്ലെങ്കിൽ ആ പാട്ടൊക്കെ വയ്ക്കണേ. അതെന്താ വെച്ചാൽ അത് അളവ് കറക്റ്റ് ആവില്ല. പിന്നെ ഇന്ത്യയിൽ കൂടിയാണ് അരിജയ് അതിരിക്കണ്ട. ഇതറിയുമ്പോൾ ഓരോ മുട്ട അത് അതിൻ്റെതായിട്ടൊരു പാകം ഉണ്ടാവുമല്ലോ. പാകം ഉണ്ടാവും. പിന്നെ അതിലേക്ക് നമ്മുടെ എന്താ ഉള്ളിയും സവാള വെട്ടിയതും കുറച്ച് പച്ചമുളകും സവാള ആംപ്ലേറ്റ് വെറും ആംപ്ലേറ്റിന് കേട്ടോ, വേറെ ഒന്നുമില്ല അതിൽ. അച്ചാറുണ്ടെന്ന് അവിടെ, പക്ഷെ അത് നമുക്ക് പറ്റൂല. അത് ചിലപ്പോൾ കൂട്ടിയാലേ നമ്മൾ മറ്റേ ഇവിടുന്ന് മേടിച്ചിട്ട് നമ്മൾ കഴിക്കുന്നത് ലൂസ് അടിച്ചു. എവിടുന്നാണ് നമ്മൾ തിരിച്ചു പോയത്? ഓട്ടോസ് ലൈഫിലായിരുന്നു. ഇവിടുന്ന് എന്തുകൊണ്ട് ഓട്ടോ ലൈഫിലാ? ഓട്ടോ ലൈഫിൽ മറ്റേ ഇവിടുന്ന് എന്തിപ്പോൾ എന്തൊക്കെ പറയാം, സ്ഥലത്തിൻ്റെ പേരാവശ്യത്തിന് നോക്കാൻ കിട്ടില്ലല്ലോ. ഏതെങ്കിലുമൊക്കെ സ്ഥലത്തിൻ്റെ പേര് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കഴിച്ചില്ല. അതന്നെ ഞാൻ ആലോചിക്കട്ടെ. നിച്ചുണ്ട്, ഇതുവരെ നിച്ചുണ്ട്. എന്തോ നമ്മളെ ഇതിൻ്റെ അടിയിൽ ഇരിക്കുന്ന കത്തിയോട് അങ്ങോട്ട് ഇട്ടിട്ട് ഞാൻ ഇപ്പം എന്താ വെച്ചാൽ ചാക്കില്ല. പിന്നെ ഇപ്പം നമ്മളാ ഷീറ്റാണ്, അതാണെങ്കിൽ ആകെ ചെളിയാണ്. അതിനേക്കാളും ഇവിടെ അത്യാവശ്യം തിരക്കില്ലാത്ത ഏരിയ തന്നെയാണ്. അടുത്ത പ്രാവശ്യത്തിലൊക്കെ നമുക്ക് ഉണ്ടാക്കണം കിട്ടണ്ടാവും. ഒരു ടേബിളൊക്കെ എന്തെങ്കിലും ചെറിയ ടേബിൾ
പിന്നെ ഈ ഒരു ചാക്കുണ്ട്, ഈ ഒരു ചാക്ക് എടുക്കുക തൽക്കാലം. ഇതെന്താ വെച്ചാൽ പൊടിയാണ് അതിൽ, കുറച്ച് പൊടിയുണ്ട്. വലിച്ചു വരിക്കണം, കട്ടിക്കണം, വലിച്ചാൽ മതി. പിന്നെ കെട്ടിച്ചാൽ കെട്ടിയാൽ മതി. മറ്റത് ഞാൻ കേട്ടോ സുന്ദരി കൊണ്ട് പോരട്ടെ, സുന്ദരിൻ്റെ അച്ഛൻ കയറട്ടെ പറഞ്ഞില്ലേ. അവൻ സുന്ദരി ചാടി. ഒരു ആംപ്ലേറ്റിട്ടുള്ളത് മതിയാവോ? അപ്പോൾ തികയില്ല, കുറച്ചധികം വെച്ചാലേ ചട്ടി അടിയിൽ പിടിച്ചു. ഓക്കെ, വെളിച്ചെണ്ണൻ്റെ ഒക്കെ അവസ്ഥ എന്ന് ആദ്യം ആ പ്ലേറ്റ് എടുത്തടാ, അയക്കിട. പിന്നെ എടുക്കാലോ, എടുക്കാലോ. അവിടെ വെച്ചാൽ മതി. ഉരുണ്ടതല്ലേ ചട്ടി, അതുകൊണ്ട് ഇതൊക്കെയാണ്. ഇതൊക്കെ അത് എല്ലതും ഇങ്ങനെ ആയിക്കൊള്ളണമെന്നില്ല, ചിലത് റെഡിയാവും, ചിലത് റെഡിയാവില്ല. അപ്പം ഇനി എന്താ പറയുക, എല്ലതും ഒന്ന് ആംപ്ലേറ്റ് ഉണ്ടാക്കട്ടെ. അതിന് ആംപ്ലേറ്റ് ഉണ്ടാക്കുന്ന പ്രത്യേകിച്ച് ഇപ്പോൾ ഒന്നും കാണിക്കാമെന്നില്ലല്ലോ. പിന്നെ ഇപ്പോൾ ഡെയിലി കുക്കിംഗ് കാണാൻ ഇഷ്ടപ്പെടുന്ന ആളുകളുണ്ടല്ലോ, അപ്പം ഞങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഒരു ആംപ്ലേറ്റ് ഒന്ന് കാണിച്ചത്. ഞാൻ ഞങ്ങൾ കുക്ക് ചെയ്യട്ടെടാ ചെങ്ങന്മാരെ. അങ്ങനെ ഞങ്ങൾ ഭക്ഷണമൊക്കെ കഴിച്ചു, കുക്കൊക്കെ ഇതാ മാളത്തിൽ കയറി. ഏതായാലും ഇന്ന് ഈ ഒരു പേക്കറിയിൽ ഇങ്ങനെ സെറ്റായി, ചോറൊക്കെ തിന്നു. ഇനി കിടക്കുക, ഉറങ്ങുക അല്ലേ. എന്നാൽ പിന്നെ ഈ ഒരു വീഡിയോ അവിടെ വെച്ച് പോയിൻ്റ് ചെയ്യണം. അടുത്ത ലിമിറ്റ് നാളെ വരാം. ഓക്കെ, ബൈ, ഗുഡ് നൈറ്റ്. ബൈ.